അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅൻ യാ റബ്ബൽ ആലമീൻ വവഫിഖ്നാ ലിമാ തുഹിബ്ബു വതർളാ യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ പുണ്യങ്ങളും ലക്ഷ്യങ്ങളുമാണ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഹജ്ജ്, ഉംറ എന്നിവയുടെ ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ ചില വിഷയങ്ങളിലേക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആ വിഷയം സംസാരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ അറിയേണ്ടത് ഹജ്ജിൻ്റെയും ഉംറയുടെയും മതവിധി എന്താണ്? നിർബന്ധമാണോ? സുന്നത്താണോ? അനുവദനീയമാണോ? നിഷിദ്ധമാണോ? കറാഹത്താണോ? പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഹജ്ജും ഉംറയും ചില നിബന്ധനകൾ ഒത്തിണങ്ങിയ ആളുകൾക്ക് നിർബന്ധമാണ്, വാജിബാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് വിശദമായി പറയേണ്ട കാര്യമൊന്നുമല്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഹജ്ജ് നിർബന്ധമാണ് എന്നത്. കാരണം അർക്കാനുൽ ഇസ്ലാമിൽ അഞ്ചാമതായി എണ്ണപ്പെടുന്നത് ഹജ്ജ് ചെയ്യുക എന്ന കാര്യമാണ്. ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹജ്ജിൻ്റെ അനിവാര്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിലെ 97-ാമത്തെ ആയത്തിൽ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തത്താഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനോടുള്ള മനുഷ്യരുടെ ബാധ്യതയാണ് ഹിജ്ജുൽ ബൈത്ത്, കഅബാലയം തേടി ചെല്ലുക, ഉദ്ദേശിച്ചെല്ലുക, ഹജ്ജ് ചെയ്യുക എന്നത്. പക്ഷെ ആർക്കാണ്? മനിസ്തത്താഅ ഇലൈഹി സബീല, അതിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ആളുകൾ, ഹജ്ജ് ചെയ്യുവാൻ സാധിക്കുന്ന, ഉംറ നിർവഹിക്കുവാൻ കഴിയുന്ന ആളുകൾക്ക് അത് ചെയ്യുക എന്നത് അള്ളാഹുവിന് അവർ നൽകേണ്ട ബാധ്യതയാവുന്നു. ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വമൻ കഫറ, ഇനി ആരെങ്കിലും നിഷേധം കാണിക്കുകയാണ്, നന്ദികേട് കാണിക്കുകയാണ് എങ്കിൽ അള്ളാഹു ലോകരിൽ നിരാശ്രയനാകുന്നു. ജനങ്ങളുടെ, മനുഷ്യരുടെ ഹജ്ജും ഉംറയും ലഭിച്ചിട്ട് വേണ്ട അള്ളാഹുവിന്, പക്ഷേ അത് അവരുടെ നിർബന്ധ ബാധ്യതയാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്ത് അൽ ബഖറയിലെ 196-ാമത്തെ ആയത്ത് മുതലാണ് ഹജ്ജിനെക്കുറിച്ച്, ഉംറയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നത്. ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ വ അതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, ഹജ്ജും ഉംറയും അള്ളാഹുവിനായി നിങ്ങൾ പരിപൂർണമായി ചെയ്യുക എന്നാണ്. അതിമ്മു എന്ന് പറയുന്നത് ഒരു ഫിഅ്ലു അംർ, നിർബന്ധ കാര്യത്തെ കുറിക്കുവാനാണ് അതറിയിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്ത് ഹജ്ജിലെ 27-ാമത്തെ ആയത്തും ഹജ്ജിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അറിയിക്കുന്ന ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹജ്ജിനെക്കുറിച്ച് വിളംബരം നടത്തുവാൻ പ്രഖ്യാപിക്കുകയാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വിളംബരം നടത്തുക. യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ, കാൽനടയായും മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾ പുറത്തുമായി അവർ വരും. മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ മലമടക്കുകളിലൂടെ അവർ വരുന്നതാവുന്നു. പക്ഷേ താങ്കൾ അതിനുള്ള പ്രഖ്യാപനം നടത്തുക, വിളംബരം നടത്തുക
എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തുകളൊക്കെ തന്നെ അറിയിക്കുന്നത് ഹജ്ജ് നിർബന്ധമാകുന്നു എന്നാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇത് നിർബന്ധത്തെയാണ് അറിയിക്കുന്നത് എന്നും. ഇതേപോലെ തന്നെ നിരവധി ഹദീസുകളിലും അതൊക്കെ തന്നെയും ഹജ്ജ് നിർബന്ധമാണ് എന്നറിയിക്കുന്നു. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് 5 കാര്യങ്ങളിലാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വ ഇഖാമസ് സ്വലാത്തി വ ഈതാഅസ് സകാത്ത് വ സൗമി റമളാൻ വ ഹജ്ജൽ ബൈത്ത്. അർക്കാൻ ഇസ്ലാമിൻ്റെ 5 ഘടകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 5-ാമതായി എണ്ണുന്നത് വഹിജ്ജുൽ ബൈത്ത്, കഅബാലയം ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലുക, ഹജ്ജ് ചെയ്യുക എന്ന് തന്നെയാണ്. ഇതേപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസും, ആ ഹദീസിലും ഇസ്ലാം കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഹജ്ജിനെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഹജ്ജിന് വലിയ സ്ഥാനമാനങ്ങളാണുള്ളത്. ഒരാൾ ഹജ്ജ് ചെയ്യാത്ത പോലെയല്ല ഹജ്ജിനെ നിഷേധിക്കുക എന്നത്. സാമ്പത്തിക ശേഷിയുള്ള, ഹജ്ജിന് പോകാനുള്ള എല്ലാ ഘടകങ്ങളും ഒത്തിണങ്ങിയൊരു വ്യക്തി അയാൾ ഹജ്ജിന് പോയില്ല എന്ന് വിചാരിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. നേരെ മറിച്ച് ഒരു വ്യക്തി അയാൾ ഹജ്ജിന് പോയി എന്ന് തന്നെ വിചാരിക്കുക, പക്ഷേ ഇസ്ലാമിലുള്ള ഈ ഹജ്ജിനെ അയാൾ നിഷേധിക്കുന്നു, അങ്ങനെ ഒന്നില്ല, അതിനെതിർക്കുന്നു എങ്കിൽ അയാൾ ഹജ്ജ് ചെയ്താലും ശരി ഒരിക്കലും അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല അയാൾ നിഷേധിയായി തീരുന്നു എന്നതും നമ്മൾ അറിയണം. ഇതേപോലെ തന്നെ ഉംറയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഉംറയുടെ മതവിധി എന്താണ്? ഹജ്ജിനെ പോലെ തന്നെ ഉംറക്ക് പോകാൻ സാധിക്കുന്ന ആളുകൾ, അവർക്ക് ശേഷിയുണ്ട്, നിർബന്ധമാണ്, മതപരമായി വാജിബാണത്. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം ഹജ്ജിന് പോവുക, ഉംറക്ക് പോവുക എന്ന തരത്തിലേക്ക് നാം പോകാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദം വാദിയാനി മിൻ ദഹബ്, മനുഷ്യപുത്രർക്ക്, ആദമിൻ്റെ മക്കൾക്ക് 2 താഴ്വര നിറയെ സ്വർണമുണ്ടായിരുന്നാലും വീണ്ടും അവൻ ആശിക്കുന്നത് 3-മതൊരു താഴ്വര കൂടി സ്വർണമുണ്ടാകണമെന്നാണ്. മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രമാണ്, മരണത്തോടുകൂടി മാത്രമാണ് അവൻ്റെ ആഗ്രഹം അവിടെ അവസാനിച്ചു പോകുന്നത്. എങ്കിൽ ഇന്നെത്രയോ ആളുകൾ ഉംറ ചെയ്യാനുള്ള ഏകദേശം 85,000 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ 2025 അത് ശേഷിയുണ്ടായിട്ടും മറ്റെന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഉംറക്ക് പോകാതിരിക്കുക, അത് വലിയ അബദ്ധമാണ്. ഉംറയുടെ മതവിധിയും നിർബന്ധമാണ് എന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിങ്ങൾ പൂർണ്ണമായി ചെയ്യുക എന്നത് വാജിബിനെയാണ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇസ്ലാം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്ത ഹദീസ്, അതിൻ്റെ ചില റിവായത്തുകളിൽ പ്രത്യേകമായി കാണാം, വതഹുജ്ജ വതഅ്തമിർ, ഹജ്ജ് ചെയ്യലും ഉംറ ചെയ്യലും, വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ കുളിക്കലും, ഉളു പൂർണ്ണമായി എടുക്കലും, റമളാനിൽ നോമ്പെടുക്കലുമൊക്കെ ഇസ്ലാമിൻ്റെ അർക്കാനുകളിൽപ്പെട്ട കാര്യമാകുന്നു എന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അലൻ നിസാഇ ജിഹാദ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, സ്ത്രീകൾക്ക് ജിഹാദ് അനിവാര്യമാണോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, സ്ത്രീകൾക്കും ജിഹാദുണ്ട്, അനിവാര്യമാണ്, വാജിബാണ്, നിർബന്ധമാണ്. പക്ഷേ ആ ജിഹാദ് ഏതാണ്? അലൈഹിന്ന ജിഹാദുൻ ലാ ഖിതാല ഫീ, ആയുധങ്ങൾ കൊണ്ടുള്ള ജിഹാദല്ല, മറിച്ച് അൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയുമാകുന്നു എന്നാണ്. അപ്പോൾ ഉംറയും ഹജ്ജിൻ്റെ കൂടെ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് മനസ്സിലാക്കിയവർ അവർ ഉംറ നിർബന്ധമാണ് എന്ന് പഠിച്ചവരായിരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ അഹദുൻ ഇല്ലാ വ അലൈഹി ഹജ്ജുൻ വ ഉംറ, നിബന്ധനകൾ ഒത്തിണങ്ങിയ ഓരോ മുസ്ലിമിനും ഹജ്ജും ഉംറയും അനിവാര്യമാകുന്നു എന്നാണ്. മറ്റു ചില റിപ്പോർട്ടുകൾ അബ്ദുല്ലാഹി ബിൻ ഉമറിൻ്റെ വാക്കായി ഇങ്ങനെയാണുള്ളത്, അൽ ഹജ്ജു വൽ ഉംറ ഫരീദത്താൻ, ഹജ്ജും ഉംറയും ഫറദാകുന്നു എന്ന്. ഇങ്ങനെ നിരവധി സ്വഹാബിമാരുടെ വാക്കുകൾ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരായ സ്വഹാബിമാർ അവരൊക്കെ തന്നെയും ഉംറയെക്കുറിച്ചും പറഞ്ഞത് അത് നിർബന്ധമാകുന്നു എന്നാണ്. അതിനാൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹജ്ജ് ചെയ്യേണ്ടവരാണോ, അതിൻ്റെ മതവിധി മനസ്സിലാക്കിയെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കുക, ഓരോരുത്തർക്കും ഹജ്ജ് ചെയ്യൽ നിർബന്ധമായിട്ടുണ്ടോ, എന്തെല്ലാം നിബന്ധനകളാണ് അതിൽ ഒത്തിണങ്ങേണ്ടത്. ഈ നിബന്ധനകൾ ഒത്തിണങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഹജ്ജും ഉംറയും അനിവാര്യമായി തീരുക. അതിൽ ചില നിബന്ധനകൾ അവർക്ക് ഹജ്ജും ഉംറയും അനിവാര്യമായി തീരണമെങ്കിൽ ഉള്ളതാണ്. അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ ഈ നിബന്ധന ഒത്തിണങ്ങണം. അഥവാ ഇനി താഴെ പറയാൻ പോകുന്ന ആളുകൾ അവർക്ക് ഹജ്ജും ഉംറയും ഇല്ല, മാത്രമല്ല അവരെങ്ങാനും ഹജ്ജും ഉംറയും ചെയ്താൽ അത് അവരിൽ നിന്ന് പരിഗണിക്കപ്പെടുകയും ഇല്ല. പരിഗണിക്കപ്പെടുന്ന അനിവാര്യമായി തീരുന്ന നിബന്ധന അത് രണ്ടെണ്ണമാണ്. ഒന്ന്, അൽ ഇസ്ലാമു വൽ അഖിൽ, മുസ്ലിമായിരിക്കണം. മുസ്ലിമല്ലാത്തൊരു വ്യക്തി ഹജ്ജ് ചെയ്തു എങ്കിൽ ആ ഹജ്ജ് അയാളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല, അയാൾക്കതിൻ്റെ പ്രതിഫലമില്ല. അയാളെങ്ങാനും പിൽക്കാലത്ത് എന്നെങ്കിലും മുസ്ലിമായാൽ, ഞാൻ പഴയ കാലത്ത് എൻ്റെ പഴയ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇനി എനിക്ക് ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഹജ്ജ് നിർബന്ധമായി തീരുവാനും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലായി സ്വീകരിക്കപ്പെടുവാനും തീർച്ചയായും മുസ്ലിമായിരിക്കണം. മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ മേൽ ഹജ്ജും ഉംറയും അടിച്ചേൽപ്പിക്കുവാൻ പാടില്ല. അതവർക്ക് നിർബന്ധമില്ല. അവർ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. ഇന്നമൽ മുശ്രികൂന നജസ് ഫലാ യഖ്റബുൽ മസ്ജിദുൽ ഹറാമ ബഅദ ആമിഹിം ഹാദാ, സൂറത്ത് തൗബ അതിൽ 28-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുശ്രിക്കുകൾ അവർ നജസാണ്. ഐനിയായ നജസ് എന്ന അർത്ഥത്തിലല്ല, ഉള്ളിൽ നിരവധി ദൈവങ്ങളെ കുടിയിരുത്തുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഹൃദയം മലിനമായ നജസായ ആളുകളാണ്. ആ ഒരവസ്ഥയിൽ അവരൊരിക്കലും അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന, തൗഹീദിൻ്റെ ഗേഹമാകുന്ന മസ്ജിദുൽ ഹറാമിൽ ഈ ഒരു വർഷത്തിന് ശേഷം വരാൻ പാടില്ല എന്ന് സൂറത്ത് തൗബ ഹിജ്റ 9 ഇറങ്ങുന്നത്. ആ വർഷത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വേണ്ടി, ഹജ്ജത്തുൽ വിദാഇന് വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ മുശ്രിക്കായ ആളുകൾക്ക് ഹജ്ജ് ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു. ലാ യഹുജ്ജ ബഅദൽ ആമി മുശ്രിക്, ഈ ഒരു വർഷത്തിന് ശേഷം, അതുവരെ
കഅബാലയത്തിങ്കൽ ഹജ്ജും ഉംറയും ചെയ്തിരുന്ന ആളുകളായിരുന്നു മുശ്രിക്കുകൾ. ഷിർക്കോടുകൂടി അവരുടെ എല്ലാവിധ അന്ധവിശ്വാസങ്ങളോടും കൂടി ഹജ്ജ് ചെയ്തിരുന്ന ഉംറ ചെയ്തിരുന്ന ആളുകളാണ്. എന്നാൽ മസ്ജിദുൽ ഹറം കഅബാലയം അള്ളാഹുവിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി, ആ ഗേഹത്തിൽ ഇനിയുള്ള ഷിർക്ക് പാടില്ല. ഈ വർഷത്തിന് ശേഷം അവരവിടെ കർമ്മങ്ങൾക്ക് വേണ്ടി വരാൻ പാടില്ല എന്ന് ഈ ആയത്തിലും അതിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു. രണ്ടാമത്, ബുദ്ധിയുണ്ടായിരിക്കണം. വിവേകമില്ലാത്ത ഭ്രാന്തന്മാരായ ആളുകൾ അവർക്ക് ഹജ്ജ് ഇല്ല, അവർ ഹജ്ജ് ചെയ്താൽ ഇസ്ലാമിലെ അവരുടെ ഹജ്ജായി പരിഗണിക്കപ്പെടുന്നതുമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിയൽ അഖ്ലാമു അൻ സലാത്തിൻ, 3 വിഭാഗം ആളുകൾക്ക് മതശാസ്ത്രകൾ ഇല്ല. അതിലൊന്ന് പറഞ്ഞത് അനിൽ മജ്നൂൻ അൽ മഗ്ലൂബ് അല അഖ്ലി ഹത്താ യഫീഖ്, ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് അവർക്ക് മതശാസനയില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, ഇതൊന്നുമില്ല. അവർ ചെയ്താലും സ്വീകരിക്കപ്പെടുകയില്ല. കാരണം നീയത്ത് വേണമല്ലോ ഒരു ഇബാദത്ത് ചെയ്യാൻ. ഭ്രാന്തന്മാരായ വ്യക്തികൾക്ക് ഒരിക്കലും നീയത്തില്ലാത്തത് കൊണ്ട് തന്നെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിമായിരിക്കുക. 2, അവർക്ക് ബുദ്ധി ഉണ്ടായിരിക്കുക. അതല്ലാത്ത ഈ ആളുകൾക്ക്, ബുദ്ധിയില്ലാത്ത മുസ്ലിമല്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഹജ്ജ് നിർബന്ധമില്ല, അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. രണ്ടാമത്, അള്ളാഹു അത് കബൂലാക്കണമെങ്കിലും അവരിൽ നിന്ന് മതിയായി തീരണമെങ്കിലും നിർബന്ധമായി തീരണമെങ്കിലുമുള്ള നിബന്ധനയാണ്. ഷർത്തുൻ ലിൽ വുജൂബി വൽ ജസ. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ സ്വീകരിക്കപ്പെടുന്ന ഹജ്ജായി തീരണമെങ്കിൽ, അയാൾക്ക് ഹജ്ജ് നിർബന്ധമായി തീരണമെങ്കിൽ, ഒന്ന് പ്രായപൂർത്തിയെത്തലാണ്. പ്രായപൂർത്തിയെത്താത്ത ഒരു കുട്ടി, 10 വയസ്സുള്ളൊരു കുട്ടി, 8 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടി ഹജ്ജ് ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി കൊടുക്കും. പക്ഷേ ഇസ്ലാമിൽ അയാൾ നിർബന്ധമായും ചെയ്യേണ്ട ഹജ്ജായി തീരുകയില്ല. അതിന് പ്രായപൂർത്തിയെത്തണം. അതിന് മുമ്പ് അയാൾ ചെയ്തു കഴിഞ്ഞാൽ, കുട്ടി ചെയ്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അതിൻ്റെ കൂലി കിട്ടും, അവരതിന് പ്രയത്നിച്ചു എന്നുകൊണ്ട്. എന്നാൽ കുട്ടി പിന്നീട് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട ഹജ്ജ് അയാൾ പിന്നീട് ചെയ്യേണ്ടതാണെന്ന്. അപ്പോൾ പ്രായപൂർത്തി എത്തണം. അതേപോലെ സ്വതന്ത്രനായിരിക്കണം. പഴയകാലത്ത് അടിമകളുണ്ടായിരുന്നു. ഒരു അടിമയാകുന്ന വേളയിൽ ഹജ്ജോ ഉംറയോ ചെയ്താൽ അത് ഇസ്ലാമിലുള്ള അയാളുടെ ഹജ്ജും ഉംറയുമായി പരിഗണിക്കപ്പെടുകയില്ല. അത് പരിഗണിക്കപ്പെടണമെങ്കിൽ പിന്നീട് സ്വതന്ത്രനായതിനു ശേഷം ചെയ്യണം. ഈ 2 നിബന്ധനകളാണ് ഒരാൾക്ക് അയാളുടെ ഇസ്ലാമിലുള്ള ഹജ്ജായി പരിഗണിക്കപ്പെടണമെങ്കിൽ വേണ്ടത്. പ്രായപൂർത്തി എത്തണം, സ്വതന്ത്രനായിരിക്കണം. 3, കഴിവുണ്ടായിരിക്കണം. ഹജ്ജ് നിർബന്ധമാവുന്ന കാര്യം അതാണ് പ്രധാനപ്പെട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് ഹജ്ജ് എപ്പോഴാണ് നിർബന്ധമായി തീരുക? മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അങ്ങോട്ട് എത്തിച്ചേരുവാൻ സാധ്യമാവുന്ന മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണത്? അത് യാത്രാ ഭക്ഷണമാണ്, വാഹനമാണ്. സ്ത്രീകളാണെങ്കിൽ അവരുടെ ഭർത്താവോ മഹ്റമായ ആളുകളോ ഉണ്ടായിരിക്കണം. ഇതില്ലാത്ത ഒരാൾ, സാമ്പത്തികമായി ഒന്നുമില്ല, അയാൾ ഹജ്ജ് ചെയ്യാത്തതിൻ്റെ പേരിൽ അള്ളാഹു അയാളെ പിടികൂടുകയില്ല. ഒരാൾക്ക് സമ്പത്തുണ്ട്, ശാരീരികമായി അയാൾ അവശനാണ്, എങ്കിലും അയാൾ ഹജ്ജിന് പുറപ്പെടാത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. കാരണം അയാൾക്ക് നിർബന്ധം ഇല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സമ്പത്തുമുണ്ട്, ആരോഗ്യമുണ്ട്, കൂടെ പോകാൻ ആളുകളില്ല എങ്കിൽ ഒരിക്കലും ആ ഒരു കാരണത്താൽ അവൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഇങ്ങനെ ഹജ്ജിൻ്റെ, ഉംറയുടെ ഷർത്തുകൾ, നിബന്ധനകൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക,
ഞാൻ ഹജ്ജ് ചെയ്യാൻ എനിക്ക് സമയമായിട്ടുണ്ടോ, നിർബന്ധമായിട്ടുണ്ടോ, സമ്പത്തുണ്ടോ, ശേഷിയുണ്ടോ, എൻ്റെ കൂടെ മഹ്റമുണ്ടോ ഇല്ലയോ, അതിനനുസരിച്ചായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ദീനിയായ അമലുകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.